നമസ്കാരം. LDF സർക്കാർ 2 ടേൺ ഭരണം അവസാനിപ്പിക്കുമ്പോൾ കടവും കടത്തിന്റെ കൂടും അതിനപ്പുറവും പിച്ചച്ചട്ടിയുമായിട്ടും ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്ന അവസ്ഥയിൽ. എന്നാലും ധൂർത്തിനും PR വർക്കിനും ഒരു കുറവും വരുത്തില്ല. കാരണം എങ്ങനെങ്കിലും അടുത്ത പ്രാവശ്യം കൂടി ജയിക്കണമല്ലോ. സത്യം പറഞ്ഞാൽ അതോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം തന്നെ ഇല്ലാതെയാകും. സച്ചിദാനന്ദൻ പറഞ്ഞത് ശരിയാണ്, സാറ ജോസഫും പറഞ്ഞത്. അതിനെ എതിർത്തുകൊണ്ട് അശോകൻ ചിരുവിൽ വന്നിട്ടുണ്ട് കേട്ടോ. കാവ്യഭാവനയുടെ അംശം കലർത്തി പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് LDF സർക്കാരിന് വോട്ട് ചെയ്യുന്നത് ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് അശോകൻ ചിരുവിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്തൊക്കെ വന്നാലും പാവങ്ങൾ എന്നൊരു വാക്കേ ഉണ്ടാകില്ല മലയാളത്തിൽ എന്ന് പറയുന്ന, കേരളത്തിൽ പാവങ്ങൾ എന്ന് പറയുന്ന വിഭാഗമേ ഉണ്ടാകില്ല എന്ന് ഗോവിന്ദ മാഷ് പറയുന്നു. ഈ 3.3 കോടി രൂപ മുടക്കി 2031 വിഷൻ 2031 എന്ന ചിന്ത, അതിനെക്കുറിച്ച് വിദേശ ബിസിനസ് മാഗ്നറ്റുകളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ സെമിനാർ സംഘടിപ്പിക്കുന്നു. ചെലവ് ധനവകുപ്പ് 3.3 കോടി രൂപ. ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കാശില്ല, കുടിശ്ശിക കൊടുക്കാൻ കാശില്ല, DA കൊടുക്കാൻ കാശില്ല, സപ്ലൈകോയുടെ പൈസ കൊടുക്കാൻ കാശില്ല, പാവപ്പെട്ടവർക്ക് സാധാരണ തൊഴിലാളികൾക്ക് ദിവസവേതനം കൊടുക്കാൻ പൈസയില്ല. അതുപോലെ ഇവിടെ മറ്റ് വികസന പ്രവർത്തനങ്ങളോ മറ്റ് പണികളോ നടത്താൻ ഒന്നിനും 10 പൈസ കയ്യിലില്ല എന്ന് പറയുകയും കേന്ദ്രത്തെ തെറി പറയുകയും ചെയ്യുകയാണ് KN ബാലഗോപാൽ ചെയ്യുന്നത്. ഈ ബാലഗോപാലാണ് 3.3 കോടി രൂപ ഈ വിഷൻ 2031 കേരളം. എന്താണ് 2031 വരെയുള്ള കേരളത്തെക്കുറിച്ച്, കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കാൻ, കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ, കേരളത്തെ ഏറ്റവും നല്ല സംസ്ഥാനങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ ഒക്കെ ഇങ്ങനെ നടക്കുകയാണ്. അതിനിടയ്ക്ക് പാവപ്പെട്ടവരുടെ അടുത്ത് പോയി ഇല്ലാത്ത തള്ളും തള്ളുന്നുണ്ട്. കഴിഞ്ഞ ദിവസം KK ശൈലജ ഒരു തള്ളു തള്ളുന്നത് കേട്ടു. ഓണക്കാലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും 10 പൈസ തന്നത് പിണറായി സർക്കാരാണ് കേട്ടോ. മാത്രമല്ല മറ്റൊരു സംസ്ഥാനങ്ങളിലും ഈ ഓണക്കാലത്ത് ആർക്കും പൈസയൊന്നും കിട്ടിയിട്ടില്ല, കേരളത്തിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കേരളത്തിൽ മാത്രമല്ലേ ഓണമുള്ളൂ. ഓണം കേരളത്തിന്റെ ഉത്സവമല്ലേ. ഇവിടെ തമിഴ്നാട്ടിൽ ദീപാവലിക്കും പൊങ്കലിനുമൊക്കെ പ്രത്യേക ബോണസും പ്രത്യേക ആനുകൂല്യങ്ങളും ഒക്കെ അവിടെ സാധാരണക്കാർക്ക് വരെ കൊടുക്കുന്നുണ്ട് സ്റ്റാലിൻ. അപ്പൊ പിന്നെ ഓണത്തിനും കൂടെ കൊടുക്കാൻ അവർക്ക് പറ്റില്ലല്ലോ. അല്ലെങ്കിൽ മധ്യപ്രദേശുകാർക്കോ ഗുജറാത്തുകാർക്കോ രാജസ്ഥാൻകാർക്കോ ബംഗാളുകാർക്കോ ഓണത്തിന് അവിടെയുള്ള ജനങ്ങൾക്ക് അലവൻസ് കൊടുക്കേണ്ട കാര്യമുണ്ട്. ഇവരൊക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രമുഖരൊക്കെ. അങ്ങനെ ഇവിടെ കോടിക്കണക്കിന് രൂപ എല്ലാവർക്കും കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. 1ാം റാങ്ക് കിട്ടിയ ആൾക്ക് പോലും നിയമനം കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ശുദ്ധ അസംബന്ധമാണെന്നാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. എന്താണ് അസംബന്ധം? അവർക്ക് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ റെക്കോർഡിക്കലി ഇതൊക്കെ പ്രൂഫ് ഉള്ളതല്ലേ. കൊടുത്തോ കൊടുത്തില്ലയോ എന്നുള്ളത് ഒരു നിമിഷം നോക്കിയാൽ, ലിസ്റ്റ് നോക്കിയാൽ അറിയാമല്ലോ, റാങ്ക് നോക്കിയാൽ അറിയാമല്ലോ. എന്നിട്ടും വിഷൻ 2031 3.3 കോടി രൂപ മുടക്കി വലിയ PR വർക്ക്, വലിയ പരസ്യം, പത്രങ്ങളിൽ ഫുൾ പേജ് പരസ്യം ഒക്കെ നടത്തി ഇവിടെ നടത്തുക തന്നെ ചെയ്യും. 10 പൈസ കയ്യിലെങ്കിലും PR വർക്കിന് ഒരു കുറവുമില്ല. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച്, ജനങ്ങളെ വഞ്ചിച്ച്, നാടിനെ കുട്ടിച്ചോറാക്കി ഈ ഒരു യാത്ര തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. യാത്ര തുടരട്ടെ, അതിനുവേണ്ട എല്ലാ ഭാവുകങ്ങളും. പാവം പിടിച്ച ഗോവിന്ദ മാഷ് ഇങ്ങനെ കിടന്ന് അലറി വിളിക്കുന്നുണ്ട്. പൈസ ഉണ്ടെങ്കിൽ അങ്ങേർക്ക് എന്തെങ്കിലും ഒരു പണം, MLA ശമ്പളമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എന്നാലും എന്തെങ്കിലും ഒരു വിഹിതം അദ്ദേഹത്തിന് ഇതിൽ നിന്ന് കൊടുക്കണം. അദ്ദേഹം ഇങ്ങനെ തൊണ്ടക്കിരിയൊക്കെ ന്യായീകരിക്കുന്നുണ്ട്. പാവങ്ങളൊന്നും ഇല്ലാതെ ആയിപ്പോവും, ഇവിടെ പണക്കാർ മാത്രമുള്ള സംസ്ഥാനമായി മാറും എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തിന് ഒരു പ്രത്യേക അലവൻസ് സർക്കാരിൽ നിന്ന് കൊടുക്കണം എന്ന അഭ്യർത്ഥന കൂടിയുണ്ട്.